ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബദറൂസ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും എന്നെ മറന്നോ? കുറേ ദിവസങ്ങളായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു കേട്ടോ, പട്ടാമ്പിയിലില്ലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ കുറച്ച് ദിവസം. ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജായിരുന്നു, വെൻറ്റിലേറ്ററിലായിരുന്നു. ഒരു 4-5 ദിവസമൊക്കെ വെൻറ്റിലേറ്ററിൽ തന്നെ. പെട്ടെന്ന് ശരീരമൊക്കെ ആകെ തളർന്ന് കുഴഞ്ഞു പോവുകയൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ നെന്മാറ ഹോസ്പിറ്റൽ കേട്ടോ. അപ്പോൾ അവിടെ എത്തിച്ചപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ എത്തിക്കണമെന്ന്. പിന്നെ അവിടെ നിന്ന് ആംബുലൻസൊക്കെ വിട്ട് തന്നു. പിന്നെ അവിടെ നിന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോയി. അവിടെ പോയപ്പോഴാണ് അവർ പറഞ്ഞത് അടുത്തുള്ള പ്രൈവറ്റ് ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിക്കണം, ഇവിടെ വെൻറ്റിലേറ്ററും കാര്യങ്ങളും സൗകര്യങ്ങളൊന്നുമില്ല, കാര്യമൊക്കെ കുറച്ച് കൈവിട്ട കേസാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പാലക്കാട്ടിൽ പാലാന എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലായിരുന്നു ഉമ്മാനെ അഡ്മിറ്റാക്കിയത്. ഒരാഴ്ചത്തോളമൊക്കെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു കേട്ടോ, വെൻറ്റിലേറ്ററിലായിരുന്നു. അപ്പോൾ ഡോക്ടർമാർ ആദ്യം പറഞ്ഞത് എല്ലാവരെയും അറിയിച്ചോളാനാണ് പറഞ്ഞത്. പിന്നെ പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം, ഞങ്ങളുടെ ഒരു ദുആൻ്റെ ഒരു ബർക്കത്തുകൊണ്ടൊക്കെ റബ്ബ് ഞങ്ങളുടെ ഉമ്മാനെ ഞങ്ങൾക്ക് തിരിച്ചു നൽകിയിട്ടാ. അതുപോലെ തന്നെ ഒരുപാട് പേര് എൻ്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് നല്ലപോലെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. നല്ല മഴയുള്ള ദിവസമാണ്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ ഓടിക്കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ ഉമ്മ ഹോസ്പിറ്റലിലായതും. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വരികയൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ ഒരാഴ്ച ഉമ്മയുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നത്. അപ്പോൾ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ ഒരു കാര്യങ്ങൾ അത്രയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അവർക്കിപ്പോൾ എന്താണ് കളിയും ചിരിയും ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ അവരൊന്നും ഉള്ളത്. ഇപ്പോൾ ഇതെൻ്റെ ആങ്ങളുടെ മക്കളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഇപ്പോൾ ഇപ്പോൾ വീട്ടിൽ വന്നാലും ഇങ്ങനെ ഈ ഒരു ഓക്സിജൻ്റെ ഒരു മെഷീനുണ്ട്. അതേപോലെ തന്നെ ബൈപ്പാപ്പ് എന്ന് പറയും കേട്ടോ, NIV ചെയ്യാമെന്ന് പറയും. ആ ഒരു മെഷീനും വെച്ചിട്ട് വേണം, ഈ 2 മെഷീൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഉമ്മാക്ക് ഇങ്ങനെ ഇനി ഉറങ്ങാൻ പറ്റുള്ളൂ. വീട്ടിലിരിക്കുകയാണെങ്കിലും ഓക്സിജനൊക്കെ ഏത് സമയം വെക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഇതിന് മുമ്പ് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓരോ അനുഭവങ്ങൾ വരുമ്പോഴല്ലേ എല്ലാം അറിയുള്ളൂ അല്ലേ. അപ്പോൾ ഉമ്മ പകലൊന്നും ഉറങ്ങിയായിരുന്നു കേട്ടോ. ഉറങ്ങിയപ്പോൾ വെച്ച് കൊടുത്താണ്. പിന്നെ ഉമ്മ ഉറക്കം ഉണർന്നപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പിന്നെ വന്നിട്ട് മെല്ലെ അതങ്ങോട്ട് എടുത്ത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഉമ്മാക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ അസുഖം എന്ന് വെച്ചാൽ ഉമ്മാക്ക് പെട്ടെന്ന് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോയി, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുമായിട്ടാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഉമ്മാൻ്റെ ഒരു പണ്ടത്തെ ആരോഗ്യത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഇതേസമയം നമ്മളൊക്കെ ആണെങ്കിൽ ഏത് സമയം നമ്മളങ്ങനെ തട്ടിപ്പോകുമെന്നൊക്കെയാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഉമ്മാക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ വെക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഇതൊക്കെ വെച്ച് ഉറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യുക, നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ. അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ആരും അവിടെ ഉണ്ടെങ്കിലും ഉറങ്ങാതെ തന്നെ നമ്മൾ ഇരിക്കണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഉമ്മ ഉണർന്നു കഴിഞ്ഞിട്ട് ഇത് മാറ്റും, എന്നിട്ട് അറിയാതെ ഉറങ്ങിപ്പോയാൽ ഇത് വയ്ക്കാതെ ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ശ്വാസം എടുത്ത് വിടാനുള്ളൊരു സഹായമാണ് കേട്ടോ അപ്പോൾ ഈ മെഷീന്. പിന്നെ ഇത് മാത്രമല്ല, പിന്നെ ഒരു ബോൾ ഊതാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ മെഷീൻ. അപ്പോൾ ഇത് പകൽ 4 മണിക്കൂർ എന്തായാലും വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാത്രി ഉറങ്ങുമ്പോൾ തീർച്ചയായും വെക്കണം. പകൽ 4 മണിക്കൂർ വെച്ചിട്ട് 2 മണിക്കൂർ ഇടവിട്ട് വെക്കുക. ഞങ്ങൾ ആരും എൻ്റെ ഉമ്മാനെ ഇതുപോലെ തിരിച്ച് കിട്ടുന്നു, അതുപോലെ കട്ടിലിനെ ഉമ്മാനിങ്ങനെ കണ്ടു കിട്ടുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഒരുപാട് റബ്ബിനോടൊക്കെ ദുആ ചെയ്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു ആ വെൻറ്റിലേറ്ററിൻ്റെ മുന്നിലിരുന്നിട്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പോലുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഓരോ അസുഖങ്ങൾ തന്നാൽ നമ്മളൊക്കെ ആകെ തളർന്നു പോയിട്ടോ, ഒടിഞ്ഞ് തളർന്നു പോയി, പൈസ കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ നമുക്കിങ്ങനെ ഉമ്മാനെ തിരിച്ച് കെട്ടി ഒരുപാട് പേരുടെ സഹായം ഉണ്ട് കേട്ടോ. അപ്പോൾ റബ്ബ് അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കട്ടെ. അപ്പോൾ ഒരുപാട് പേരുടെ സഹായം കൊണ്ട് മാത്രമാണ് അത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ ഉമ്മാനെ ഇതുപോലെ ഡിസ്ചാർജ് ആക്കിയിട്ട് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് കേട്ടോ. അല്ലാതെ നമ്മുടെ കയ്യിലൊന്നും എടുത്തു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും അല്ലാഹു തആല ആർക്കും തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മൾക്കൊക്കെ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വന്നാൽ ഒന്നും താങ്ങാനാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അന്ന് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഞങ്ങളൊക്കെ എല്ലാവരും അനുഭവിച്ചത്. അങ്ങനെ കുറേ പേരുടെ നല്ല മനസ്സുകൊണ്ട്, ഒരുപാട് പേരുടെ നല്ലൊരിത് കൊണ്ടും റബ്ബ് നമുക്ക് ആ സമയത്ത് എല്ലാം ഒരുക്കൂട്ടി തന്നു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇനി എന്നും ഉമ്മാൻ്റെ അടുത്ത് ഒരാളുണ്ടാവണം കേട്ടോ.
അപ്പോൾ ലെൻസിൽ കഫം നിറഞ്ഞിട്ടുണ്ട്, അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത്. പിന്നെ ഉറങ്ങുമ്പോൾ എന്തായാലും ഉമ്മക്ക് ശ്വാസം ശരിക്കും എടുത്തു വിടാൻ കിട്ടില്ല. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവൊക്കെ നല്ലപോലെ കൂടുതലാണ്, ഓക്സിജനൊക്കെ നല്ലപോലെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉമ്മാൻ്റെ അടുത്ത് ഒരാൾ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഞാൻ 2 ആഴ്ചത്തോളം എൻ്റെ ഉമ്മാൻ്റെ കൂടെയൊക്കെ അവിടെ നിന്നു കേട്ടോ. അപ്പം ഉമ്മാക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അതൊക്കെ നമുക്കൊരു ഭാഗ്യമാണ് കേട്ടോ. ചിലർക്കൊന്നും അത് അങ്ങനത്തെ അത് കിട്ടില്ല. നമ്മൾ എത്ര ഇതാണെങ്കിലും നമ്മുടെ ഉമ്മമാർക്ക് ഒരു അറപ്പും വെറുപ്പും ഇല്ലാതെ നമ്മളത് ചെയ്ത് കൊടുക്കില്ലേ. അപ്പോൾ ചിലർക്കൊക്കെ അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഉമ്മമാരെ നോക്കുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് പോലെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുന്നത് എന്നൊന്നും ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മുടെ ഉമ്മമാരല്ല, ആരാണെങ്കിലും പ്രായമായവരാണെങ്കിലും നമ്മളുടെ അമ്മായിയമ്മയാണെങ്കിലും ഭർത്താവിൻ്റെ ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ഒരു അറപ്പും വെറുപ്പും ഇല്ലാതെ നല്ലപോലെ നമ്മൾ നോക്കുക തന്നെ വേണം കേട്ടോ. കുട്ടികളുടെ മദ്രസ ലീവാകലും സ്കൂൾ ലീവാകലും അത് കാരണം കൊണ്ട് തന്നെ പിന്നെ ഞാൻ അതിൽ കൂടുതലൊന്നും അവിടെ നിന്നില്ല. മാത്രമല്ല ഒക്കെ ആണെങ്കിൽ ഇവിടെ തനിച്ചാണ്. അവർക്കാണെങ്കിൽ ഇങ്ങനെ വെട്ടാനൊക്കെ പോകുമ്പോൾ പാലെടുക്കാൻ കൂടെ ഒരാളില്ലാതെ പറ്റില്ല. പിന്നെ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന കാര്യത്തിലും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ 2 ആഴ്ചയോളം അവിടെ നിന്നിട്ട് പിന്നെ ഞാനിങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്നിപ്പോൾ പുറത്താണ് കേട്ടോ. അപ്പോൾ ഇത് പട്ടാമ്പിയിലെത്തി. അപ്പോൾ ഇന്ന് പുറത്താണ് കേട്ടോ ഞങ്ങൾ കുക്ക് ചെയ്യുന്നത്. കുറേ ദിവസമായപ്പോൾ വിറകടുപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കാനൊരു മോഹം. അങ്ങനെ ചോറ് വെക്കലൊക്കെ കഴിഞ്ഞു. കുറച്ച് കുമ്പളങ്ങയും ചക്കക്കുരു ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കി. പിന്നെ ഇത് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് അതും ഒരു കറിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തിരുന്നിട്ട് കറിയും ഉണ്ടാക്കുന്നുണ്ട്. ഞാനും ഒക്കെയും അതുപോലെ ചായ കുടിക്കലൊക്കെ പുറത്തിരുന്നിട്ട് തന്നെയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ എൻ്റെ കാലിൽ വെരിക്കോസിൻ്റെ ഒരു അസുഖമുണ്ട്, വെരിക്കോസ് വേനിട്ട്. അപ്പോൾ അതിവിടെ അടുത്തൊരു കൊപ്പത്താണ് കേട്ടോ. കൊപ്പം വിളയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഒരു ആയുർവേദിക് ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഉച്ചയ്ക്ക് ഒരു 12 മണിക്കൊക്കെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി, അതുകൊണ്ട് തന്നെ ഇന്ന് റബ്ബർ ടാപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഇന്ന് റബ്ബർ വെട്ടാത്ത ദിവസമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ. അപ്പോൾ മുമ്പൊന്നും ഞാൻ അത്ര വെരിക്കോസ് വെയിന് കാര്യമാക്കി എടുത്തില്ല കേട്ടോ. വർഷം 10 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ മോളെ ഗർഭമായിരിക്കുന്ന സമയത്ത് നമുക്ക് ആ അസുഖം കിട്ടിയതാണ്. ഇപ്പോൾ പറഞ്ഞത് കുറച്ചിങ്ങനെ വലുതായി വരാനൊക്കെ തുടങ്ങി വെരിക്കോസിൻ്റെ അതിപ്പോൾ കുറച്ച് വേദനയുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് നേരം നടക്കുമ്പോൾ നിന്ന് ജോലി ചെയ്യുമ്പോഴൊക്കെ ചെറുതായിട്ടൊരു വേദനയുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളങ്ങനെ ഒരു ഫോണിലൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇതിനെക്കുറിച്ച് അടിച്ച് നോക്കിയപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടതാണ്. അങ്ങനെ ഒരു ആയുർവേദിക് ആശുപത്രിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് വിളിച്ചപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഒരുപാട് ദൂരത്തൊന്നും പോകാനുള്ളൊരു ഇതല്ല നമുക്കിപ്പോൾ. അപ്പോൾ ശരിയെന്ന് നമുക്ക് അവിടെ പോയിട്ടൊന്ന് അതൊക്കെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇതാ ചിക്കൻ കറിയാണ് കേട്ടോ. ഞാൻ പുറത്തടുപ്പിൽ 2-3 കല്ലൊക്കെ കൂട്ടി നമ്മൾ തോട്ടത്തിൽ നിന്ന് കുറച്ച് റബ്ബറിൻ്റെ വിറകൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെറിയൊരു മൺചട്ടിയിൽ കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ. അപ്പോൾ പൊരിച്ചാൽ എന്തായാലും പെട്ടെന്ന് എടുക്കാനൊന്നും തികയില്ല. അപ്പോൾ ഒരു ഒഴിച്ച് കറി ആദ്യം തന്നെ വെച്ചു. കുമ്പളങ്ങിയും ചക്കക്കുരും കൂടെ ഒഴിച്ച് കറിയൊക്കെ ഞാൻ ആദ്യം വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊന്ന് ചെറുതായിട്ടൊരു മസാലയൊക്കെ ഇട്ടൊന്ന് ഗ്രേവിയാക്കി എടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഈ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പം വേറെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾക്ക് ആർക്കും റബ്ബ് അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ അല്ലേ. എന്തായാലും മനുഷ്യരല്ലേ, നമ്മൾ കല്ലൊന്നും അല്ലല്ലോ, മനുഷ്യരാണ്. എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഇല്ലാതൊന്നും ഇരിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിലും അത് നേരിടാനുള്ള ഒരു ശക്തിയും മനഃശക്തിയും കൂടെ റബ്ബ് നമുക്ക് തരട്ടെ. നമ്മൾ എന്ത് അസുഖം വന്നാലും ആടി ഒലിഞ്ഞ് പോകാനൊന്നും പറ്റില്ല അല്ലേ. എന്ത് വന്നാലും നമ്മളത് നേരിടുക തന്നെ ചെയ്യണം. എന്തായാലും മനുഷ്യനായി ജനിച്ചു പോയില്ല. അപ്പോൾ അസുഖങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മളൊക്കെ അനുഭവിച്ചതാണ്. എല്ലാത്തിനും എല്ലാ പ്രതിസന്ധികളും നേരിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ റബ്ബിൻ്റെ തുണയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും റബ്ബിൻ്റെ തുണ ഉണ്ടാവട്ടെ. അപ്പോൾ അയാൻകുട്ടി ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ ഇതെന്താണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവന് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് അതെല്ലാം പറഞ്ഞാൽ മനസ്സിലാകും. ഞാൻ ഇപ്പോൾ ഓരോന്നൊക്കെ എടുത്തുകൊണ്ട് വായോന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ചില സമയത്ത്. അപ്പോൾ അവൻ അടുക്കളയിൽ പോയിട്ട് പെട്ടെന്ന് അതൊക്കെ എടുത്തിട്ട് വരും കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് അറിയാൻ തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്നിട്ട് കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഇഷ്ടം കേട്ടോ. എന്തോ ഒരു പ്രത്യേക ഒരു സുഖമാണ്. നമ്മൾ ആ മുറിക്കകത്ത് ഇരുന്ന് ആ ഗ്യാസിൽ തന്നെ വെച്ചുണ്ടാക്കി കഴിച്ചിട്ടൊക്കെ ഒരു മടുപ്പ് തോന്നിയിട്ടാണ്. അപ്പോൾ ഇന്ന് മക്കളൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് അവർക്ക് ഈ ഫുഡൊക്കെ കൊടുത്തപ്പോൾ അവർ കറി കഴിക്കുമ്പോൾ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉമ്മാന്ന് കേട്ടോ. കാരണം അവർക്കും അറിയാമല്ലോ വിറകടുപ്പിൽ വെച്ച് കഴിച്ചതൊക്കെയാണല്ലോ അവരും കുറേ കാലമൊക്കെ.
അപ്പോൾ അവർ തന്നെ പറയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോറും കറിയൊക്കെ ഒരു പ്രത്യേക രുചി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എന്നും ഇതുപോലെ വെക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. കുറച്ച് എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് വിറകാണ് കൊണ്ടുവരിക. പിന്നെ സമയം ഉണ്ടാവില്ല. പിന്നെ അപ്പുറത്തുള്ളവരുടെ തുണി കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കാൻ നിൽക്കാറുള്ളൂ. പുകൻ്റെ ശല്യമൊന്നും അവർക്ക് അടിക്കണ്ടെന്ന് വെച്ചിട്ട്. എന്നാലും അങ്ങനെ പുകയൊന്നും അവിടേക്ക് പോകുമൊന്നുമില്ല കേട്ടോ. പിന്നെ ഉണങ്ങിയ ചിരട്ടകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ റബ്ബർ വിറകായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കത്തിപ്പിടിക്കുകയും ചെയ്യുമല്ലോ. പിന്നെ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തിരി ഓടണമെന്ന് മാത്രം കേട്ടോ. അത് വലിയ കാര്യമാക്കണമൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ എത്ര കാലം എന്നൊന്നും അറിയുമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് താമസം മാറാം എന്നൊക്കെ കരുതിയതാണ്. പിന്നെ അവിടെ ഇപ്പോൾ നല്ല മഴയൊക്കെ ആയപ്പോൾ വഴിയൊക്കെ ആകെ മോശപ്പെട്ട് കിടക്കുകയാണ്. പിന്നെ ഇപ്പോൾ 2 ആഴ്ചയോളം എൻ്റെ വീട്ടിലൊക്കെ പോയിരുന്നില്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കും പഠിച്ചവൻ വേറെ എന്തെങ്കിലുമൊക്കെ ഓരോ സംഭവങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കും. പിന്നെ അതിൻ്റെ പിന്നാലെ ഓട്ടോ ആകും. ഇപ്പം തന്നെ ഉമ്മാനെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഉമ്മാൻ്റെ അടുത്തൊക്കെ നിന്ന് വന്നതിന് ശേഷം വീട്ടിലെത്തിയതും വീണ്ടും കുട്ടിക്കൊക്കെ നല്ല പനിയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ചുമയൊക്കെ ഒന്ന് മാറി തുടങ്ങിയതൊക്കെ ഈ അടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു. എന്നിട്ട് മാറിയില്ല. പിന്നെ 2ാം മുറി പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഹെൽത്തിൽ പോയിട്ട് കാണിച്ചു കേട്ടോ. ലാസ്റ്റ് ആ ഹെൽത്തിൽ ഗുളിക കഴിച്ചപ്പോഴാണ് പിടിച്ച് നിർത്തിയ പോലെ ചുമ അങ്ങോട്ട് നിന്നത് കേട്ടോ. അതുവരെ എവിടുത്തെ മരുന്ന് കഴിച്ചാലും കുറച്ച് സമാധാനം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹെൽത്തിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ആൻറ്റിബയോട്ടിക്കും പിന്നെ കുപ്പിമരുന്നൊക്കെ തന്നു. അത് കഴിച്ചപ്പോൾ പിന്നെ അൽഹംദുലില്ലാ ചുമയൊക്കെ അങ്ങോട്ട് പിടിച്ച് നിർത്തിയ പോലെ പെട്ടെന്ന് നിന്നു കേട്ടോ. അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ഞാനത് അകത്തുകൊണ്ട് വെക്കുകയാണ്. അതാ ചിക്കൻ കറി ചെറിയ തീയിലൊക്കെ അടുപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ അത് തന്നെയാണല്ലേ പറയണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനൊക്കെയും കൂടെ അതൊരു വെരിക്കോസ് വേണ്ടി കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാരുടെ വീഡിയോ ഒക്കെ ഒരുപാട് കാണാൻ മിസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ സമയം പോലെ കാണാം കേട്ടോ ഇൻഷാ അല്ലാഹ്.